ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചരിത്രം നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഒരുപക്ഷെ ഇതായിരിക്കും ആ ചോദ്യം. നിങ്ങൾ ജീവിതത്തിൽ ശരിക്കും എന്താണ് ശേഖരിക്കുന്നത്? അതെ, ഈയൊരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നിങ്ങൾ ശേഖരിക്കുന്നത് വെറും വസ്തുക്കളാണോ അതോ സമാധാനമാണോ? ശരിക്കും എന്താണ് നമ്മുടെ കളക്ഷൻ? ഇതിനെ നമുക്കൊരു കളക്ടറുടെ ധർമ്മസങ്കടം എന്ന് വിളിക്കാം, അല്ലേ? കാരണം നമ്മളെപ്പോഴും എന്തൊക്കെയോ വാരിക്കൂട്ടാനുള്ളൊരു ഓട്ടത്തിലാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ കാണാം, മറ്റുള്ളവർക്കുള്ളതെല്ലാം നമുക്കും വേണം. പക്ഷേ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. അവസാനം ഇതൊന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തിനാ നമ്മളിങ്ങനെ നെട്ടോട്ടമോടുന്നത്? വളരെ മനോഹരമായ ഒരു വാചകമുണ്ട്. അതിതാണ്: മുറുക്കിപ്പിടിച്ച കൈക്കുള്ളിൽ ലോകത്തെ ഒതുക്കാൻ ശ്രമിച്ചവരുടെയെല്ലാം വിരലുകൾ ഒടിഞ്ഞുപോയി. പക്ഷെ ലോകത്തെ പിടിക്കാൻ അവർക്ക് ഒരിക്കലും കഴിഞ്ഞില്ല. എന്തൊരു സത്യമാണല്ലേ! ഭൗതികമായതിനെയെല്ലാം പിടിച്ചുവെക്കാനുള്ള നമ്മുടെ ശ്രമം എത്ര വ്യർത്ഥമാണെന്ന് ഇതിലും ഭംഗിയായി എങ്ങനെയാ പറയാം? ഈ ഒരു ആശയം അത് ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പോകാം. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ഒരു ചക്രവർത്തിയുടെ അടുത്തേക്ക്. അതെ, അലക്സാണ്ടറുടെ ആ ശൂന്യമായ കൈകളിൽ നമുക്ക് പഠിക്കാൻ വലിയൊരു പാഠമുണ്ട്. ചരിത്രം കണ്ട ഏറ്റവും വലിയ കളക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പേര് തന്നെയാകും മുന്നിൽ. കാരണം അദ്ദേഹം ശേഖരിച്ചത് ചെറിയ സാധനങ്ങളൊന്നുമല്ല, രാജ്യങ്ങളും അധികാരവും അളവറ്റ സമ്പത്തുമാണ്. ലോകത്തിന്റെ പകുതിയോളം സ്വന്തം പേരിൽ ചേർത്തൊരാൾ. പക്ഷേ ഇത്രയൊക്കെ നേടിയ ആ മനുഷ്യൻ മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞതെന്താണെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു നിമിഷം നിശ്ശബ്ദരാകും. അദ്ദേഹം പറഞ്ഞു, എന്റെ ശവപ്പെട്ടി കൊണ്ടുപോകുമ്പോൾ എന്റെ 2 കൈകളും പുറത്തേക്ക് തൂക്കിയിടണം. എന്തിനാണെന്നോ? ലോകം കാണട്ടെ, ഈ ലോകം മുഴുവൻ കീഴടക്കിയവൻ പോലും പോകുന്നത് വെറും കൈയോടെയാണ് എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ ആ വാക്കുകളിലെ ആഴം. ജീവിതകാലം മുഴുവൻ നേടിയതൊന്നും കൂടെയില്ല എന്ന ആ വലിയ സത്യം. വെറും കൈയോടെ. അതെ, ആ ഒരൊറ്റ വാക്കിൽ എല്ലാമുണ്ട്. അലക്സാണ്ടറിന്റെ എല്ലാ നേട്ടങ്ങൾക്കും ശേഷമുള്ള അവസാന വാക്ക്. ഒരു ജീവിതത്തിന്റെ മുഴുവൻ വിരോധാഭാസവും ആ 2 വാക്കിലുണ്ട്, അല്ലേ? അപ്പോ അലക്സാണ്ടറുടെ ഈ കഥയിൽ നിന്നും നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഇവിടെയാണ് വളരെ മനോഹരമായൊരു ആശയം വരുന്നത്. അതിനെ നമുക്ക് അതിഥി മനോഭാവം അല്ലെങ്കിൽ ഗസ്റ്റ് മൈൻഡ് സെറ്റ് എന്ന് വിളിക്കാം. അതായത്, ഈ ലോകത്ത് ഒരു ഉടമസ്ഥനെ പോലെ പെരുമാറാതെ ഒരു അതിഥിയെപ്പോലെ ജീവിക്കുക. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ഈ വ്യത്യാസം വളരെ വലുതാണ്. ഉടമസ്ഥ മനോഭാവം നമ്മളെ എപ്പോഴും പിടിച്ചുവെക്കും. നമ്മുടെ കയ്യിലുള്ള ഓരോന്നിനെയും, അത് ചിലപ്പോൾ ഒരു പുതിയ ഫോണാകാം, അല്ലെങ്കിൽ നമ്മുടെ വീടാകാം, അതിനെയൊക്കെ മുറുകെ പിടിക്കും. നഷ്ടപ്പെടുമോന്നൊരു പേടി എപ്പോഴും ഉള്ളിലുണ്ടാകും. എന്നാൽ അതിഥി മനോഭാവം അങ്ങനെയല്ല. അത് നമ്മളോട് പറയുന്നത് ഓരോ നിമിഷവും ആസ്വദിക്കാനാണ്, അനുഭവങ്ങളെ വിലമതിക്കാനാണ്. ഒരു ഭയവുമില്ലാതെ സ്വതന്ത്രമായി വിട്ടുകൊടുക്കാൻ പഠിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയില്ല. നമ്മളൊരു ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നെന്ന് കരുതുക. അവിടത്തെ ഭംഗിയുള്ള കസേരയും കിടക്കയുമൊക്കെ നമ്മൾ ഉപയോഗിക്കും, ആസ്വദിക്കും. പക്ഷേ ചെക്കൗട്ട് ചെയ്യുമ്പം അതെല്ലാം കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകുവോ? ഇല്ലല്ലേ. എല്ലാം അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ പോരും. നമ്മുടെ ജീവിതവും ശരിക്കും അതുപോലെയല്ലേ? അപ്പോ എന്താണ് ഈ അതിഥി മനോഭാവം എന്ന് ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ കാണുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നിന്റെയും സ്ഥിരമുടമസ്ഥരല്ല നമ്മൾ. വെറും താൽക്കാലിക സൂക്ഷിപ്പുകാർ മാത്രം. ഈയൊരു തിരിച്ചറിവ് വന്നാൽ എന്ത് സംഭവിക്കുമെന്നോ? നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷത്തെയും ഓരോ വസ്തുവിനെയും നമ്മൾ കൂടുതൽ വിലമതിക്കാൻ തുടങ്ങും. അതേസമയം ഒന്നിനോടും അമിതമായി ഒട്ടിപ്പിടിച്ച് ദുഃഖിക്കുകയുമില്ല. ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഒരു മഹാൻ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ കാലങ്ങളെ അതിജീവിച്ച ചില വാക്കുകൾ. അദ്ദേഹം പറയുകയാണ്, സംസാർ കി സബ്സെ ബഡി വിഡംബന യഹ് ഹൈ कि मनुष्य जीवन भर उन वस्तुओं का संग्रह करता है जो अंततः यहीं छूट जानी है. सिकंदर जैसा विश्व विजेता भी जब गया तो खाली हाथ गया. അതിന്റെ അർത്ഥമിതാണ്: ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാല്, മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ശേഖരിക്കുന്നതെല്ലാം അവസാനം ഇവിടെ തന്നെ ഉപേക്ഷിച്ചു പോകാനുള്ളതാണ്. നോക്കൂ, ലോകം കീഴടക്കിയ അലക്സാണ്ടർ പോലും പോയപ്പോൾ വെറും കൈയോടെയല്ലേ പോയത്? അദ്ദേഹം തുടരുന്നു, धन और वैभव का अहंकार मृत्यु के एक झटके में चूर हो जाता है. समझदार वह है जो नश्वर वस्तुओं का नहीं बल्कि सत्कर्मों और आत्मसंतोष का संग्रह करता है. അതായത്, നമ്മുടെ സമ്പത്തിന്റെയും പ്രതാപത്തിന്റെയുമൊക്കെ അഹങ്കാരമില്ലേ, അതെല്ലാം മരണത്തിന്റെ ഒരു ഒറ്റയടിക്ക് തവിടുപൊടിയാകും. അപ്പോ ആരാണ് ശരിക്കും ബുദ്ധിയുള്ളയാൾ? നശിച്ചുപോകുന്ന ഈ വസ്തുക്കളല്ല, മറിച്ച് നല്ല കർമ്മങ്ങളും
ആത്മാവിനുള്ള സന്തോഷവും അതാണവർ ശേഖരിക്കുന്നത്. ഇനി പറയുന്നതാണ് ഒരുപക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം. ശ്രദ്ധിച്ചു കേൾക്കണം. സാത് കേവൽ വഹി ജായക ജോ ആപ്നെ ബാണ്ടാ ഹെ. അതിന്റെ അർത്ഥമെന്താണെന്നറിയോ? നിങ്ങൾ എന്താണോ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവച്ചത്, അത് മാത്രമേ അവസാനം നിങ്ങളുടെ കൂടെ ഉണ്ടാകൂ. നമ്മൾ നേടിയെടുത്തതൊന്നുമല്ല, നമ്മൾ സ്നേഹത്തോടെ നൽകിയത്. അതുമാത്രമാണ് നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം. അപ്പൊ ശരി, ഇതെല്ലാം കേട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ കളക്ഷനൊന്ന് മാറ്റിപ്പിടിക്കാൻ സമയമായില്ലേ? എന്താണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് നമുക്കൊന്നുകൂടി നിർവചിക്കാം. വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമുക്ക് തുടങ്ങാൻ ഈ 2 ലളിതമായ കാര്യങ്ങൾ മതി. ഒന്നാമതായി, എല്ലാ ദിവസവും രാവിലെ നമ്മളെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ഞാനിവിടെ വന്നത് എടുക്കാൻ വേണ്ടി മാത്രമല്ല, കൊടുക്കാൻ വേണ്ടിയാണ്. രണ്ടാമതായി, നമ്മുടെ ലക്ഷ്യം ഒന്നുകൂടി ഉറപ്പിക്കുക. എനിക്ക് ശേഖരിക്കേണ്ടത് കൂടുതൽ വസ്തുക്കളല്ല, കൂടുതൽ സമാധാനമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചിന്തയിൽ നമ്മുടെ ഇന്നത്തെ സംഭാഷണം അവസാനിപ്പിക്കാം. ഓർക്കുക, യഥാർത്ഥ സമ്പന്നൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും കൂടുതൽ വസ്തുക്കളുള്ളയാളല്ല, മറിച്ച് ആരുടെ കയ്യിലാണോ ഏറ്റവും കൂടുതൽ സമാധാനമുള്ളത് അയാളാണ്. അപ്പോൾ ഒന്നുകൂടി ചോദിക്കട്ടെ, നിങ്ങൾ എന്താണ് ശേഖരിക്കാൻ പോകുന്നത്? നന്നായി ഒന്ന് ആലോചിക്കുക.